ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ട് നോക്ക്. നല്ല രസമല്ലേ? ഇതുപോലെയുള്ള മലയാള ഗാനങ്ങൾ AI ഉപയോഗിച്ച് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ദിവസം തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് 20ഓളം ഗാനങ്ങൾ ഫ്രീ ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. പാട്ട് എഴുതാൻ അറിയണമെന്നില്ല, പാടാൻ അറിയണമെന്നില്ല, പാടാൻ ആൾ വേണ്ട, മ്യൂസിക് ചെയ്യാനൊന്നും ആൾ വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് മാറ്റർ വേണ്ടത് അത് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഉപയോഗിച്ച് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ഫ്രീ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒരു പോപ്പപ്പ് ആണ് ഓണായി കിട്ടുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ട്യൂട്ടോറിയൽ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഏകദേശം 4ഓളം സോങ് ഇതാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. 2 ഇത് അഡീഷണൽ ആയിട്ട് തന്നതാണ്. അതായത് നമ്മൾ ഒരു സോങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു സോങ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അതായത് ഒരേ വരികളുടെ 2 രീതിയിലുള്ളത്, ഒന്ന് ഫാസ്റ്റ് ആയിരിക്കും, ഒന്ന് സ്ലോ ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് മെയിലായിരിക്കും, ഒന്ന് ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 20 പാട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴും നമുക്ക് 10 മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഓൾറെഡി അത് ഒന്നുകൂടി തരും. നമ്മൾ ചോദിക്കാതെ തന്നെ 2 ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഞാൻ ഇതിൽ നിന്നൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ താഴെ നടുവിലായിട്ട് നിങ്ങൾക്ക് ഒരു മ്യൂസിക്കിൻ്റെ ചിത്രത്തിൻ്റെ കൂടെ പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ സോങ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ഇവിടെയാണ് നിങ്ങൾക്ക് പാട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. വരികളായിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിറിക്സ് ആയിട്ട് എഴുതാം. ഇടതുഭാഗത്ത് മുകളിലായിട്ട് ഇനിയും എനിക്ക് 16 പാട്ടുകൾ കൂടി ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണാം. അതായത് എനിക്ക് ടോട്ടൽ 20 തന്നെ ലഭിച്ചിട്ടുണ്ട്. ചിലർക്ക് 10ഉം 5ഉം ഒക്കെയാണ് ലഭിച്ചതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാനിപ്പോൾ ഒരു വരികൾ എഴുതുകയാണ്. ഞാൻ ഈണത്തിൽ പാടാൻ പറ്റുന്ന കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയും എഴുതണമെന്നില്ല. നിങ്ങളുടെ ഐഡിയ എന്താണ്, എങ്ങനെയുള്ള പാട്ടാണ് വേണ്ടത്, ആ ഐഡിയ അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വലതുഭാഗത്തുള്ള ഈ കസ്റ്റം എന്ന് പറയുന്ന ബട്ടൺ ഓൺ ചെയ്താൽ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടും. ഇവിടെ മുഴുവൻ ലിറിക്സ് എഴുതാനും അതുപോലെ തന്നെ പാട്ടിൻ്റെ സ്റ്റൈലൊക്കെ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് മെയിൽ വോയിസ്, ഫീമെയിൽ വോയിസ് എല്ലാം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ താഴെ കാണുന്ന ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ഓക്കെ. എൻ്റെ പാട്ട് ജനറേറ്റ് ആകുന്നുണ്ട്. 2 ആയിട്ടാണ് ജനറേറ്റ് ആകുന്നത്. നിങ്ങൾക്ക് കാണാം 2 സ്റ്റൈലിൽ അത് ജനറേറ്റ് ആയിക്കോളും. ഞാൻ എഴുതിയ വരികളും ഇത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത വരികളും ഒക്കെ ഉണ്ടാവും. നമ്മൾ മുഴുവൻ ലിറിക്സ് എഴുതുകയാണെങ്കിലാണ് നല്ലൊരു ഔട്ട്പുട്ട് ലഭിക്കുക. ഇപ്പോൾ എൻ്റെ പാട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. അതുപോലെ ഇതിൽ വേറൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ സോങ്ങിൻ്റെ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അതിൻ്റെ ലിറിക്സും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്ന ലിറിക്സ്, അതായത് ജനറേറ്റ് ചെയ്ത് കിട്ടിയ ലിറിക്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷനകത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരുപാട് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. നിങ്ങളൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.